ഇന്ന് കൺവെൻഷൻ നടക്കാനുള്ള 3 മണ്ഡലങ്ങളിൽ ഒന്ന് അത് ആലപ്പുഴയാണ്. എല്ലായിടത്തും ഇന്നത്തോടുകൂടി ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തിയാവുകയാണ്. ഈ കൺവെൻഷനോടുകൂടിയാണ് ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാവുക. രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം പ്രചാരണ രംഗത്തെ ഒന്നാം ഘട്ട പ്രചാരണം വളരെ വേഗം പൂർത്തിയാക്കിയതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെയും ഈ പ്രചാരണ രംഗത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഷാജഹാനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷാജഹാൻ, ഞാൻ നേരത്തെ ചോദിച്ചത് യാത്രയിലാണോ കാറിലാണോ എന്നാണ്. തീർച്ചയായിട്ടും കാര്യം തെരഞ്ഞെടുപ്പായില്ല. ഇനി നമ്മൾ നല്ല തിരക്കല്ലേ. ഇപ്പൊ രാവിലെ UDF സ്ഥാനാർത്ഥി ഇന്ന് KC വേണുഗോപാൽ ഇന്നാണ് ആലപ്പുഴയിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ അരൂരിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഏതാണ്ട് 8 മണിയോടുകൂടി അദ്ദേഹം അരൂരിൽ എത്തിച്ചേരും. അതിനുശേഷം മണ്ഡലം പൂർണ്ണമായിട്ടും കരുനാഗപ്പള്ളി വരെ റോഡ് ഷോ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ഇപ്പം 3 സ്ഥാനാർത്ഥികളും ആലപ്പുഴയിൽ ഇപ്പോൾ തീരുമാനമായ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നല്ല തിരക്കാണ്. കാരണം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ആലപ്പുഴയാണ്. പ്രത്യേകിച്ച് AICCയുടെ ചുമതലയുള്ള പ്രധാനപ്പെട്ട ചുമതലയുള്ള KC വേണുഗോപാൽ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം മത്സരരംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം മത്സരരംഗത്ത് വരുമ്പോൾ ഒറ്റ ചോദ്യമാണ് ആലപ്പുഴക്കാർക്ക് ഉള്ളത്. കാര്യം KC വേണുഗോപാൽ തോറ്റാൽ ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റ് കിട്ടും, MP സ്ഥാനം 2 എണ്ണം കിട്ടും. പക്ഷേ KC വേണുഗോപാൽ ജയിച്ചാൽ അത് 1 ആയിട്ട് കുറയും, BJPക്ക് 1 കിട്ടും. അപ്പൊ ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് LDF ക്യാമ്പ്. ഇന്ന് LDFന്റെ കൺവെൻഷൻ നടക്കുകയാണ്. S രാമേന്ദ്രൻ പിള്ളയാണ് വൈകിട്ട് 5 മണിക്ക് മുതിർന്ന CPM നേതാവ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെയധികം പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അദ്ദേഹം മണ്ഡലത്തിൽ ഒരു റൗണ്ട് പൂർണ്ണമായിട്ടും പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. രണ്ടാം വട്ട പര്യടനം ഇപ്പോൾ നടന്നു വരികയാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ കൺവെൻഷൻ നടക്കുന്നത്. BJPയുടെ ശോഭാ സുരേന്ദ്രനും പ്രചരണ രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലും കൂടി ഇന്ന് മണ്ഡലത്തിൽ എത്തുന്നതോടുകൂടി വളരെ സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്ന സാധാരണ മണ്ഡലങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിൽ തുടക്കമായിരിക്കും. പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം മുതൽ തന്നെ ശക്തമായ പ്രചരണമായിരിക്കും ഉണ്ടാകുക. നമുക്കറിയാം, 2 തവണ ആലപ്പുഴയിൽ നിന്നും മത്സരിച്ച് പാർലമെന്റിലെത്തിയ ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. കേന്ദ്രമന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ 3 തവണ നിയമസഭയിൽ ആലപ്പുഴയിൽ നിന്നും അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആലപ്പുഴയുമായിട്ട് വളരെ പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് UDFന്റെ. അതോടൊപ്പം തന്നെ സമാനമായ സ്ഥിതിയാണ് നമുക്ക് ആരിഫിനെ കാണാൻ സാധിക്കുന്നത്. ആരിഫും 3 തവണ നിയമസഭയിലെത്തുകയും കഴിഞ്ഞ തവണ പാർലമെന്റിലെത്തുകയും ചെയ്തു. പാർലമെന്റിൽ എല്ലാ മണ്ഡലങ്ങളിലും, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള UDFന്റെ ഒഴുക്കുണ്ടായിട്ട് പോലും ആലപ്പുഴയിൽ നിന്നും 10,000-ലധികം വോട്ടുകൾക്ക് ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആരിഫ് പാർലമെന്റിൽ എത്തിയത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പലരും ആലപ്പുഴയിലേക്ക് വരാൻ മടിച്ചു. കാര്യം UDFന് ശക്തമായ സാഹചര്യം ഉണ്ടായിട്ടും വിജയിക്കാൻ പറ്റാതെ പോയ ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അതുകൊണ്ട് അത് എങ്ങനെയും തിരിച്ചു പിടിക്കണം. അങ്ങനെയാണ് KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുന്നത്. അപ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നഷ്ടം ഇന്ത്യ മുന്നണിക്കാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പൊതുജനങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് അവിടെ മണ്ഡലം കൺവെൻഷൻ നടക്കാനിരിക്കുന്നു. പൊതുവിൽ ആലപ്പുഴയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഷാജഹാൻ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം പങ്കുവച്ചത്.